കുഴി ഏതാണ് വഴി ഏതാണെന്ന് അറിയാത്ത ഒരു റോഡുണ്ട് മലപ്പുറത്ത്. ആനക്കയം തിരൂർക്കാട് സംസ്ഥാന പാതയാണ് പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്നത്. റോഡിലെ കുഴികളിൽ വീണ് പരിക്കേറ്റവരും വാഹനത്തിന്റെ അടിതട്ടി കേടുപാട് സംഭവിച്ചവരും ഏറെയുണ്ട്. ഈ യാത്ര നരകയാത്രയെന്നാണ് യാത്രക്കാരുടെ പ്രതികരണം. മലപ്പുറത്ത് നിന്ന് അഷ്കർ അലി കരിമ്പ തയ്യാറാക്കിയ റിപ്പോർട്ട്. കണ്ടാൽ കുളമെന്ന് തോന്നുമെങ്കിൽ ഇതൊരു കുളമല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതൊരു റോഡാണ്. ഇത് ദിവസം 100 കണക്കിന് ആളുകൾ സഞ്ചരിക്കുന്ന, ആയിരക്കണക്കിന് ആളുകൾ സഞ്ചരിക്കുന്ന പ്രധാനപ്പെട്ട മലപ്പുറം ജില്ലയിലെ റോഡാണ്. മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക്, പെരുന്തൽമണ്ണ ഹോസ്പിറ്റൽ സിറ്റിയിലേക്ക് അടക്കം പ്രധാനപ്പെട്ട മലപ്പുറം ജില്ലയിലെ 2 നഗരങ്ങളെ തന്നെ ബന്ധിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട റോഡിലെ ഒരു കുളമാണ് ഇത് ഒരു കുളം മാത്രമാണ്. ഇങ്ങനത്തെ നിരവധി കുളങ്ങളുള്ള ഒരു അപൂർവ കുളങ്ങൾ കൊണ്ട് പ്രസിദ്ധമായൊരു റോഡ് എന്ന് ഇതിനെ പറയേണ്ടി വരും. കാരണം അത്രയേറെ ഇത്രയും ദുർഘടം പിടിച്ച ദുരിതം പിടിച്ച ഒരു പാത ഒരുപക്ഷെ സംസ്ഥാനത്ത് തന്നെ വേറെ ഉണ്ടാവും എന്നുള്ള സംശയമാണ്. ഞാൻ ഓട്ടോ ഡ്രൈവറാണ്. അന്നു കൂടിയിട്ട് അരി വാങ്ങേണ്ട ആൾക്കാരാ. അപ്പൊ നമുക്ക് മിച്ചം വെക്കണ്ട അന്നന്ന കാര്യങ്ങൾ തന്നെ കഴിഞ്ഞു പോകണില്ല. അതായത് വണ്ടി കംപ്ലൈന്റ് ആവുകയാണ്, പിന്നെ മൈലേജ് ഇല്ല. പിന്നെ ഇപ്പൊ ഇതിന് മുന്നേ ഒരു ബൈക്ക് പോകുമ്പോൾ ഒരു താത്തിയും കാക്കയും കൂടി ചളിയിൽ വീണു. അത് നമ്മൾ ലൈവായിട്ട് കണ്ടതാണ്. അപ്പോൾ അത്രയും ദയനീയമാണ് നമ്മളെ റോഡ്. ഞങ്ങളൊക്കെ ശരിക്കും 7 മണിയാകുമ്പോൾ വണ്ടി ആൾട്ട് ചെയ്യാം. 7 മണി ആവില്ല, ഇരുട്ടാണ്ടിൻ്റെ ഇടയ്ക്ക് ആൾട്ട് ചെയ്യാം. മഴയും കൂടി പെയ്താൽ നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ്. തിരൂർക്കാട് ആനക്കയം റോഡ് ഭൂമിയിലൊരു നരകുണ്ടെങ്കിൽ ഇതാണ്. കാരണം നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഇതിൽ പോവാണ്. ഞങ്ങളെ വീടുകൾ വിടാകുമ്പോൾ നിവൃത്തിയില്ല, ഇതിൽ തന്നെ പോകണമല്ലോ. ജനങ്ങൾ ഇത്ര പ്രയാസപ്പെടുക എന്ന് പറഞ്ഞാൽ വേറെ എവിടെയും ഉണ്ടാവില്ല ഇതുപോലൊരവസ്ഥ. സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള തികഞ്ഞ അനാസ്ഥയാണ് നമുക്കിത് കാണാൻ കഴിയുന്നത്. കാരണം PWD ഡിപ്പാർട്ട്മെൻറ്റ് ഈ റോട്ടുമൊക്കെ ഇപ്പോൾ അടുത്ത കാലത്തൊന്നും ഫണ്ട് വെച്ചിട്ടില്ല. 2007 ആണ് ഈ റോഡ് ഫുള്ള് BNBC ഒക്കെ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഒരു 16-17 വർഷമായിട്ട് ഇതിലേക്കൊരു ഫണ്ടും ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ നമ്മളിപ്പോൾ ജനകീയ സമരങ്ങൾ കാര്യങ്ങളൊക്കെ കുറേ സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചു. പക്ഷേ താൽക്കാലികമായിട്ടുള്ള ഒരു ചെറിയൊരു ഫണ്ട് കാര്യങ്ങളൊന്നല്ലാതെ ഇത് മുഴുവനായിട്ട് ആനക്കയം മുതൽ തിരൂർക്കാട് വരെയുള്ള ഈ റോഡ് 16 കിലോമീറ്ററോളം വരുന്ന 12 കിലോമീറ്ററോളം വരുന്ന ഈ റോഡ് പൂർണ്ണമായും പ്രവർത്തനക്ഷമമാക്കുന്ന തരത്തിലേക്കുള്ള ഒരു നടപടിയാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഒക്കെ വേണ്ടത് എന്നുള്ളതാണ് പറയാൻ. ഇതിൻ്റെ കട്ടപ്പാടത്ത് കൂടെ വണ്ടി പോകാത്, വണ്ടിന് ടയറും പോവാണ്, വണ്ടി അടി തട്ടുകയാണ്. എന്താ ഇതിൻ്റെ അവസ്ഥ? ഗവൺമെൻറ്റും ഇല്ല, നോക്കാൻ ആരുമില്ല. നമ്മൾക്കാണ് അതിൻ്റെ നഷ്ടം കാര്യങ്ങളൊക്കെ. പാതാളക്കുഴിയിൽ ഇറങ്ങി നിൽക്കുന്ന അവസ്ഥയാണ് പല വാഹനങ്ങളും ഈ റോട്ടിലൂടെ പോകുന്ന അവസ്ഥ. അത് ഈ ഭാഗത്ത് ഇതേ കുഴിയാണെങ്കിലും മറുഭാഗത്ത് ഇതിനേക്കാൾ വലിയ കുഴികൾ ഈ റോട്ടിലുണ്ട് എന്നുള്ളതാണ്. അത്തരത്തിലാണ് നാട്ടിൽ പറയുന്നത്. പലരും നരക യാത്രയാണ് ഇത് എന്നുള്ളതാണ് നമ്മുടെ മുമ്പിൽ തന്നെ ഇതിനെ വിശേഷിപ്പിക്കുന്നത്. മാത്രമല്ല പലപ്പോഴും ഇത് ഏറ്റവും വലിയ ആശങ്കപ്പെടുത്തുന്ന കാര്യം എന്ന് പറയുന്നത് ചില വാഹനങ്ങൾ ഈ റോഡ് പരിചയമില്ലാത്ത ആളുകൾ നല്ല റോഡ് കഴിഞ്ഞ് പെട്ടെന്ന് വരുമ്പോൾ കുഴിയിലേക്ക് ചാടുന്നതോടെ തന്നെ വണ്ടി നിയന്ത്രണം പെടുന്ന അവസ്ഥ. ഇത്തരത്തിൽ അപകടങ്ങളടക്കം വരുത്തിവെക്കുന്ന രീതിയിലേക്ക് ഈ റോഡിന്റെ ദയനീയാവസ്ഥ മാറിയിട്ടുണ്ട്. ഉത്തരവാദിത്തപ്പെട്ടവർ ഓട്ടയടക്കലല്ലാതെ കോറി വേസ്റ്റ് ഒറ്റയടക്കലല്ലാതെ ഈ പ്രശ്നത്തിന് ശാശ്വതമായ ഒരു പരിഹാരം കാണണമെന്നാണ് നാട്ടുകാർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യം. വീഡിയോ ജേർണലിസ്റ്റ് ഷഫീഖ് അർലായിക്കൊപ്പം റിപ്പോർട്ടർ അഷ്കർ അലി കരിമ്പ, റിപ്പോർട്ടർ മലപ്പുറം.